ജി സുധാകരൻ പാർട്ടി വിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിമിത്തമായത് പടുമരമാണ്. ഒരു തൊഴിലാളി നേതാവുണ്ട്, എന്താണ് അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി, പടുമരം എന്നാണ് നമ്മൾ പറയുക. കോഴിക്കോട്ടുകാർ പണ്ട് മത്സരിച്ചപ്പോൾ 1.25 ലക്ഷത്തിന് 1.5 ലക്ഷത്തിന് തോൽപ്പിച്ചു വിട്ടതാണ്. ആ പടുമരമാണ് ഒരു അന്വേഷണ കമ്മീഷന്റെ തലപ്പത്തുണ്ടായിരുന്നത്. അതായത് ഈ എച്ച് സലാമിന്റെ വിജയത്തിന് വേണ്ടി സുധാകരൻ സഖാവ് വേണ്ട പോലെ പ്രവർത്തിച്ചില്ല എന്നുള്ള പേരിൽ ഒരു അന്വേഷണ കമ്മീഷൻ, അതിന്റെ തലവനായിരുന്നു പടുമരം അന്വേഷിച്ച് പടുമരത്തിനൊരു വിശദീകരണ കുറിപ്പ് കൊടുത്തു ജി സുധാകരൻ. 25 പേജുള്ള വിശദീകരണ കുറിപ്പ്, തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടി. പടുമരം ഒരു വരി പോലും അതിൽ നിന്ന് എടുത്തില്ല, നോക്കിയില്ല, കീറിക്കളഞ്ഞു വലിച്ചെറിഞ്ഞു. എന്നിട്ട് 22 പേജുള്ള ജി സുധാകരൻ എന്ന് പറയുന്ന പടുമരത്തിനൊന്നും അടുത്തെത്താൻ പറ്റില്ല. പടുമരമൊക്കെ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇയാള്. ഗ്വാളിയർ റയോൺസിലെ കരാർ തൊഴിലാളിയായി ജീവിതം തുടങ്ങിയ പടുമരം ഇന്ന് എവിടെയാണ്? അയാൾ ഇന്ന് ബിനാമിയാണ്. ഇയാൾ ഇന്ന് എല്ലാവിധ രാഷ്ട്രീയ അശ്ലീലങ്ങളുടെയും ചീഞ്ഞളിഞ്ഞ അശ്ലീലങ്ങളുടെ പ്രതിരൂപമാണ് പടുമരം. ആ പടുമരമാണ് പറഞ്ഞത് ഇയാള് കമ്മ്യൂണിസ്റ്റുകാരനല്ല, ഇയാള് എച്ച് സലാമിനെതിരെ പ്രവർത്തിച്ചു, കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറയുന്ന പടുമരം. പാർട്ടി തകർന്നു പോയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. പടുമരമൊക്കെയാണ് നേതാവ്, പടുമരമാണ് നേതാവ്. ആ പടുമരത്തെയൊക്കെ അതിനിശ്ചിതമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് സുധാകരൻ സഖാവ് ഇറങ്ങി വന്നത് കേട്ടോ. ഏതായാലും മലയാള മനോരമ പാർട്ടിയെ നേരിടാൻ സുധാകരൻ. പാർട്ടി എന്ന് പറയുന്ന ആ സങ്കല്പം, പാർട്ടി എന്ന് പറയുന്ന സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒന്നാണ്. എന്താണ്? കാരണഭൂതമാണ്. കാരണഭൂതം പ്ലസ് മരുമോൻ. കുറച്ചും കൂടി കഴിഞ്ഞാൽ മരുമോൻ പ്ലസ് കാരണഭൂതം എന്നാവും. മരുമോൻ ഇങ്ങനെ ജ്വലിച്ചു ഏറുകയാണത്രേ. മരുമോൻ എന്ന് പറയുന്ന കോമാളി ഓരോ ദിവസവും കോമാളി വേഷം കെട്ടുന്ന ഈ അല്പനാണ് CPM-ന്റെ ഇപ്പോഴത്തെ നേതാവ്, അടുത്ത മുഖ്യമന്ത്രി, ഭാവി മുഖ്യമന്ത്രി. ഏതായാലും അതിനൊക്കെ എതിരെയാണ് സുധാകരൻ സഖാവിന്റെ പോരാട്ടം. CPM-ലെ അവഗണനകൾ എണ്ണിപ്പറഞ്ഞ് വാർത്താ സമ്മേളനം. ആരുടെയും പിന്തുണ തേടിയിട്ടില്ല, പിന്തുണച്ചാൽ സ്വീകരിക്കണോ എന്ന തീരുമാനം അപ്പോൾ എന്നാണ് സുധാകരൻ സഖാവ് പറയുന്നത്. ഈ പത്രസമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന മനോഹരമായ പടമാണ്. ഇതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം, മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഏതായാലും മലയാള മനോരമ ഇങ്ങനെയാണ്. 1-ാം പേജ് മാത്രമല്ല, ഇതിന്റെ ഉള്ളില് മലയാള മനോരമയുടെ ഉള്ളിലെ പേജ് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഇത് മലയാള മനോരമ അവതരിപ്പിച്ചതെന്ന് കണ്ടില്ലേ? ഈ എഡിറ്റോറിയൽ പേജിൽ, അതായത് ഈ സെൻട്രൽ സ്പ്രെഡിൽ 4-5 പേജുകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് കേട്ടോ. എഡിറ്റോറിയൽ മാത്രമേ മറ്റൊന്നുള്ളൂ, ബാക്കി മുഴുവനും സുധാകരനാണ്. CPM-നെ ഉലച്ച് സുധാകര പ്രഹരം എന്ന് പറയുന്നത് പ്രഹരമാണ്. യഥാർത്ഥത്തിൽ പ്രഹരമാണ്, തലക്ക് മണ്ടക്കിട്ട് അടിയാണ് അല്ലേ. ആകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ബേബി പറഞ്ഞത് ദൗർഭാഗ്യകരമെന്നാണ്. ബേബിയോട് കൂടിയിട്ട് ബേബിയോടൊപ്പം ഒക്കെ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച, അല്ലെങ്കിൽ ഈ അടിയന്തരാവസ്ഥയുടെ നാളുകളിലൊക്കെ ബേബിയുടെ കൂടെ ജയിലിലാക്കപ്പെട്ട സുധാകരൻ ഇപ്പൊ ബേബി ഇപ്പം ചെരുപ്പ് നക്കലാണ്. ബേബിയുടെ ജോലി റിയാസിന്റെ ചെരുപ്പ് നക്കലാണ്, ആസനം കഴുകി കൊടുക്കലാണ്. കാരണഭൂതത്തിന്റെയും ദൗർഭാഗ്യകരം എന്നാ പറയുന്നത്. ആ ഏറ്റവും വലിയ ദൗർഭാഗ്യകരം ഈ പറയുന്ന കാരണഭൂതത്തിന്റെ മരുമകനുമാണ് പാർട്ടിയിലെ ഏറ്റവും വലിയ പാർട്ടിയിലെ ശാപമെന്ന് ബേബി സഖാവിന് അറിയാം, ഗോവിന്ദന് അറിയാം. ഇവിടുത്തെ പാർട്ടിയിൽ എല്ലാ ആൾക്കാർക്കും അറിയാന്നേ, പക്ഷെ പറയാൻ ഇവിടെ ആദ്യം തന്നെ കാണിച്ചത് PV അൻവറാണ്. ആ PV അൻവറാണ് മരുമോനിസത്തെ തീർക്കാൻ വേണ്ടിയിട്ട് ബേപ്പൂരിൽ ഇറങ്ങിയത്. മരുമോൻ ഇങ്ങനെ എന്താ പറയാ, ബേജാറായിട്ട് ഓടി നടക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 28,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്രാവശ്യം ഏതാണ്ട് 25,000-30,000 വോട്ടിന് മരുമോൻ തോൽക്കും എന്നുള്ളതാണ് ബേപ്പൂരിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. കാരണം ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു. എത്രയെന്ന് വെച്ചിട്ട് സൈക ഈ കോമാളികളെ, ഈ അല്പന്മാരെ. അപ്പോ ഇതിന്റെ മെയിൻ സ്റ്റോറി തിരിച്ചടിച്ചു എന്നാണ്. ആദ്യം തഴഞ്ഞു, പക്ഷേ സുധാകരൻ തിരിച്ചടിച്ചു. സുധാകരൻ പച്ചക്ക് ചതിച്ചു എന്നാണ് സജി ചെറിയാൻ പറയുന്നത്. സജി ചെറിയാൻ ഉളുപ്പില്ലാതെ പറയാണ്, സുധാകരൻ പച്ചക്ക് ചതിച്ചു എന്ന്. സുധാകരനെയാണ് ചതിച്ചത്. കരീമിനും മണിക്കും രൂക്ഷ മറുപടി. പാലമിട്ട് കോൺഗ്രസ്. ഭുവനേശ്വരനെ പറ്റി പറയാൻ ഇവർക്ക് എന്താ അർഹത എന്നാണ് സുധാകരൻ ചോദിക്കുന്നത്. ഇപ്പൊ പറയുന്നത്, അതായത് സുധാകരന്റെ അനുജനായ ഭുവനേശ്വരനെ കൊന്നത് KSUക്കാരാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ KSUക്കാരായിരുന്നില്ല. KSUക്കാരും DSU NDP-യുടെ ഒക്കെ വിദ്യാർത്ഥി സംഘടനയായ DSU
CPI-യുടെ വിദ്യാർത്ഥി സംഘടന, അങ്ങനെ വ്യത്യസ്ത വിദ്യാർത്ഥി സംഘടനകൾ ആയിരുന്നു യഥാർത്ഥത്തിൽ ഭുവനേശ്വറിനെതിരെ ഒരു ആക്രമണം അഴിച്ചുവിട്ടത്. പക്ഷേ അതിൽ KSUക്കാരെക്കാൾ മുന്നിൽ നിന്നത് DSUക്കാരായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞ പോയ അധ്യായങ്ങളാണ്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് KSUക്കാരല്ലേ കൊന്നത്, എന്നിട്ടാണോ കോൺഗ്രസിന്റെ കൂടെ ചേർന്നതാണ്. CPM കോൺഗ്രസിന്റെ കൂടെയാണ്, അതാണ് ഏറ്റവും വലിയ രസം. CPM എന്ന പാർട്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPM കോൺഗ്രസിന്റെ കൂടെയാണ്. അവർക്ക് അതേപോലെ എന്ത് തോന്നിയാസം ചെയ്യാം. പക്ഷേ സുധാകരന് UDF-കാർ പിന്തുണ നൽകാൻ വേണ്ടി അവർ തീരുമാനിച്ചിട്ടില്ല. പിന്തുണ നൽകാൻ വേണ്ടി തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പറയുകയാണ്, ഓ ഇത് സ്വന്തം അനിയനെ കൊന്നവർ. സുധാകരൻ പറയുന്നുണ്ട്, അനിയനെ കൊന്നിട്ട് ഭുവനേശ്വരനെ കൊന്നിട്ടെ പാർട്ടി ഒരു സഹായവും ചെയ്തിട്ടില്ല. പാർട്ടി ഒരു കേസിൽ തോറ്റിട്ട് അപ്പീല് പോകാൻ കൂടി പാർട്ടി തയ്യാറായില്ല. സ്വന്തം വീട്ടിന്റെ മുറ്റത്തെ ആഞ്ഞിലി വരം മുറിച്ചു വിറ്റാണത്രേ കേസ് നടത്തിയത്. അതൊക്കെ സുധാകരൻ പറയുന്നുണ്ട് കേട്ടോ. സുധാകരന്റെ പത്രസമ്മേളനം 1.25 മണിക്കൂറായിരുന്നു. 1.25 മണിക്കൂർ നീണ്ടു നിന്ന പത്രസമ്മേളനം യഥാർത്ഥത്തിൽ CPMന്റെ എല്ലാവിധ നെറികേടുകളെയും ഇങ്ങനെ പൊളിച്ചടുക്കുകയായിരുന്നു സുധാകരൻ ചെയ്തത്. ചിരിച്ചു പുറത്തിയാടിച്ചു. ആരാണ് ചിരിച്ചു പുറത്തിയാടിച്ചത്? ഒരു വളിഞ്ഞ ചിരിച്ചിരിക്കുന്ന പാർട്ടി സെക്രട്ടറി ഉണ്ടല്ലോ, ഗോവിന്ദന്റെ പരിഹാസ ചിരി. ഇതൊക്കെയായിരുന്നു സുധാകരനെ പുറത്താക്കിയത്. അപ്പോൾ മലയാള മനോരമ അങ്ങനെയാണ് പറയുന്നത്.